കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടുവാതിക്കൽ നിൽക്കെ യുഡിഎഫിന്റെ നെടുന്തൂണായ മുസ്ലിം ലീഗിൽ വലിയ പൊട്ടിത്തെറി. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി മലപ്പുറത്തും കോഴിക്കോടും പ്രതിഷേധം ഇരമ്പുകയാണ്. തിരുവങ്ങാടിയിൽ തുടങ്ങിയ തർക്കം ഇപ്പോൾ പാർട്ടിയുടെ അച്ചടക്കത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലങ്ങളിലൊന്നായ തിരൂരങ്ങാടിയിലാണ് ഇത്തവണ കലാപക്കൊടി ഉയർന്നിരിക്കുന്നത്. PPA ഷമീറിന്റെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനമാണ് പ്രാദേശിക നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. മണ്ഡലത്തിന് പുറത്തുള്ളവർ വേണ്ടെന്നുള്ള വികാരം പ്രവർത്തകർക്കിടയിൽ ശക്തമാണ്. മുതിർന്ന നേതാവും സംസ്ഥാന സെക്രട്ടറിയുമായ ബഹറുദ്ദീൻ രണ്ടത്താണി പരസ്യമായി രംഗത്തെത്തിയത് ലീഗ് നേതൃത്വത്തെ ഞെട്ടിച്ചു. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഷമീറിനെ തിരഞ്ഞെടുത്തതെന്ന് രണ്ടത്താണി ആരോപിച്ചു. പാർട്ടി പ്രവർത്തകരുടെ വികാരം മാനിക്കാത്ത നേതൃത്വത്തിന്റെ നീക്കം തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത്. അണികൾ തെരുവിലിറങ്ങുന്ന കാഴ്ച മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. പ്രതിഷേധങ്ങൾ അതിരുവിടുന്നു എന്ന് കണ്ടതോടെയാണ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. തിരഞ്ഞെടുപ്പിന്റെ പോർമുഖത്ത് നിൽക്കുമ്പോൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത് ആരായാലും അവർ പാർട്ടിയുടെ ശത്രുക്കളാണ് എന്ന മജീദിന്റെ വാക്കുകൾ വിമതർക്കുള്ള കൃത്യമായ താക്കീതാണ്. പാർട്ടി എടുത്ത തീരുമാനത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലും അത് അംഗീകരിക്കാത്തവർ പാർട്ടിയുടെ ശത്രുപക്ഷത്താണെന്നുമാണ് മജീദ് തുറന്നടിച്ചത്. അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന സൂചന അദ്ദേഹം നൽകുന്നു. എന്നാൽ ഈ ശത്രുപ്രയോഗം മുതിർന്ന നേതാക്കൾക്കെതിരെ ആയത് ലീഗിലെ ഗ്രൂപ്പ് പോര് കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. മജീദിന്റെ പ്രസ്താവനയ്ക്കെതിരെ അണികൾക്കിടയിൽ തന്നെ അമർഷം പുകയുന്നുണ്ട്. പ്രശ്നങ്ങൾ മലപ്പുറത്ത് മാത്രം ഒതുങ്ങുന്നില്ല. കോഴിക്കോട് ജില്ലയിൽ ലീഗ് നേതൃത്വം പ്രതിസന്ധിയിലാണ്. കോഴിക്കോട് സൗത്തിൽ നിന്ന് KM മുനീറിനെ മാറ്റിയതാണ് ഒരു വിഭാഗത്തെ പ്രകോപിപ്പിച്ചത്. മുനീറിനെ പോലൊരു ജനകീയ നേതാവിനെ മാറ്റുന്നത് LDFന് ഗുണം ചെയ്യുമെന്നാണ് അവർ വാദിക്കുന്നത്. പേരമ്പ്രയിലെ ഫാത്തിമ തഹ്ലിയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയും പ്രാദേശിക എതിർപ്പുകൾ ശക്തമാണ്. വനിതാ പ്രാതിനിധ്യം വേണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ മണ്ഡലത്തിൽ സജീവമായ പുരുഷ നേതാക്കളെ പരിഗണിച്ചില്ലെന്ന പരാതിയുമായി മറ്റൊരു വിഭാഗം രംഗത്തുണ്ട്. ഇത്തരത്തിൽ ഓരോ മണ്ഡലത്തിലും ഗ്രൂപ്പ് വൈരങ്ങൾ തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ്. ലീഗിലെ ഈ പിടലപ്പണക്കം UDF നേതൃത്വത്തെ ആകെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. മലബാറിലെ ലീഗ് വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടാൽ മാത്രമേ UDFന് അധികാരം തിരിച്ചുപിടിക്കാൻ സാധിക്കൂ. എന്നാൽ സ്വന്തം കോട്ടകളിൽ തന്നെ നേതാക്കൾ തമ്മിലടിക്കുന്നത് അണികൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുന്നു. CPM ഈ സാഹചര്യം മുതലെടുക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ലീഗിലെ ഭിന്നതകൾ വോട്ടാക്കി മാറ്റാൻ LDF പ്രാദേശിക തലത്തിൽ തന്ത്രങ്ങൾ മെനയുകയാണ്. പാണക്കാട് തങ്ങൾ കുടുംബത്തിന്റെ ഇടപെടലിലൂടെ മാത്രമേ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയൂ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ്. ലീഗ് വിവാദങ്ങൾക്കിടയിലും സ്ഥാനാർത്ഥി PMA ഷമീർ തന്റെ പ്രചരണവുമായി മുന്നോട്ടു പോവുകയാണ്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുമെന്നും പ്രവർത്തകരുടെ പരാതികൾ പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ നിന്ന് പല പ്രാദേശിക നേതാക്കളും വിട്ടുനിൽക്കുന്നത് ഷമീറിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. സമവായ ചർച്ചകൾ പാണക്കാട് തുടരുകയാണ്. നേതാക്കളെ അനുനയിപ്പിക്കാൻ തങ്ങൾ കുടുംബം നേരിട്ട് രംഗത്തിറങ്ങാനാണ് സാധ്യത. എന്നാൽ അണികളുടെ പ്രതിഷേധം അടങ്ങുമോ എന്നതാണ് പ്രധാന ചോദ്യം. വരും ദിവസങ്ങളിൽ ലീഗ് നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെ നിർണ്ണയിച്ചേക്കാം.